നമസ്കാരം. ഭക്തിയുടെ നിറവിൽ ആറ്റുകാൽ പൊങ്കാലയർപ്പിച്ച സ്ത്രീലക്ഷങ്ങൾ. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല അവസാനിച്ചിരിക്കുകയാണ്. രാവിലെ 10:15 പണ്ടാരയടുപ്പിൽ തീ പകർന്നതോടെയാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചത്. ഉച്ചയ്ക്ക് 1:15 പൊങ്കാല നിവേദിച്ചതോടെ ആത്മനിർവൃതിയിൽ ലക്ഷക്കണക്കിന് ഭക്തർ വീട്ടിലേക്ക് മടങ്ങി. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പൊങ്കാലയ്ക്കായി നിരവധി പേർ ക്ഷേത്ര സന്നിധിയിൽ എത്തിയിരുന്നു. ഹരിത പ്രോട്ടോകോൾ കർശനമായി പാലിച്ചാണ് ഇത്തവണ പൊങ്കാല നടന്നത്. കർശന സുരക്ഷാ സൗകര്യങ്ങളും പട്ടണത്തിൽ ഒരുക്കിയിരുന്നു. പൊങ്കാലയിട്ട് മടങ്ങുന്നവർക്ക് പോകുന്നതിനായി KSRTCയും റെയിൽവേയും വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പൊങ്കാല കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ നഗരവും വൃത്തിയാക്കും. ഇതിനായി ഇപ്പോൾ തന്നെ കോർപ്പറേഷൻ പ്രവർത്തകർ അക്ഷീണ പ്രയത്നം ആരംഭിച്ചിട്ടുണ്ട്. തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി V. മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം ക്ഷേത്രത്തിലപ്പള്ളിയിലെ പൊങ്കാലടുപ്പിൽ പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. ഇതേ ദീപം വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുന്നിലൊരുക്കിയ പണ്ടാരടുപ്പിലും പകർന്നു. പിന്നാലെ ഭക്തർ ഒരുക്കിയ അടുപ്പുകളും എരിഞ്ഞു തുടങ്ങി. ചെണ്ടമേളവും കരിമരുന്ന് പ്രയോഗവും അകമ്പടിയേകി. ഉച്ചയ്ക്ക് 1:15 ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല നിവേദിച്ചതോടെ നഗരത്തിൽ വഴിനീളെ ഒരുക്കിയ പൊങ്കാലക്കലങ്ങളിൽ പുണ്യാഹവും തളിച്ചു. ദുഃഖങ്ങളെ കനലരിയിച്ച ജീവിതാനന്ദത്തിന്റെ മധുരം നിവേദിച്ച പൊങ്കാലയുമായി മടങ്ങാൻ ഭക്തലക്ഷങ്ങളാണ് തലസ്ഥാനത്ത് എത്തിയിരുന്നത്. രാത്രി 7:45 കുത്തിയോട്ട ബാലന്മാരെ ചൂരൽക്കുത്തും. 11:15 മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്തും. നാളെ രാവിലെ 5 ശാസ്ത്ര ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ശേഷം തിരിച്ചെഴുന്നള്ളത്തുമുണ്ട്. രാത്രി 10 കാപ്പഴിച്ച് ദേവിയെ കുടിയിളക്കും. രാത്രി 1 നടത്തുന്ന കുരുതി തർപ്പണത്തോടെ ഇക്കൊല്ലത്തെ പൊങ്കാല ഉത്സവത്തിനും സമാപനമാകും. അതേസമയം കേന്ദ്ര ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആശാമാരുടെ പ്രശ്നം വരാത്തതിൽ നിരാശയിലായി അതൃപ്തിയിലുമാണ് ആശാ വർക്കർമാർ. കഴിഞ്ഞ ഒരു മാസമായി ഇവർ സെക്രട്ടറിയുടെ മുന്നിൽ സമരത്തിലാണ്. ഫണ്ട് അനുവദിച്ചതിനെ ചൊല്ലി കേന്ദ്രവും കേരളവും തമ്മിലെ തർക്കം ഉടൻ തീർത്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന ആശമാരുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുൻനിർത്തി ആശമാരും പ്രതിഷേധ പൊങ്കാലയിട്ടു. അതേസമയം തന്റെ ഇടപെടലിലൂടെ നേരിയ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് സമരപ്പന്തലിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. പ്രതിഷേധ പൊങ്കാലയിട്ട് സമരം ശക്തമാക്കാനായിരുന്നു ആശമാരുടെ തീരുമാനം. മുഖ്യമന്ത്രി ധനമന്ത്രി കൂടിക്കാഴ്ചയിൽ ആശമാരുടെ പ്രശ്നമടക്കം ഉന്നയിക്കുമെന്നായിരുന്നു ദില്ലിയിലെ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് നേരത്തെ നൽകിയ ഉറപ്പ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഫണ്ടിനെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നതിനിടയിലാണ് ആശമാർക്ക് വലിയ നിരാശയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് പൊങ്കാല മഹോത്സവത്തിൽ ഇവരും പങ്കാളികളായത്. ആശമാരുടെ ഇൻസെന്റീവ് കൂട്ടുമെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി JP നദ്ദ കൂട്ടുന്നത് എത്രയായിരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. കേരളം ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകിയില്ലെന്നും കേന്ദ്രമന്ത്രിയും കൊടുത്തിരുന്നുവെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രിയും ആവർത്തിക്കുന്നുണ്ട്. ഇൻസെന്റീവ് കൂട്ടുമെന്ന കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ചുവട് പിടിച്ചാണ് സുരേഷ് ഗോപി സമരക്കാരെ കണ്ടത്. ആറ്റുകാല പൊങ്കാല ദിവസമായ ഇന്ന് സമരക്കാരും എന്തായാലും പൊങ്കാല ഇടുന്നു. എന്തായാലും തിരുവനന്തപുരത്ത് 1:15 ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അവസാനമായിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഇത്തവണയും പൊങ്കാല സമർപ്പണത്തിനായി തിരുവനന്തപുരത്ത് എത്തിയത്. റെയിൽവേയും ബസ് അടക്കമുള്ള നിരവധി സർവീസുകൾ വലിയ രീതിയിൽ കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് പൊങ്കാല നടന്നത്. പരാതികൾ എങ്ങും നിന്ന് തന്നെ ഉയർന്നിരുന്നില്ല. അതേസമയം എല്ലാവരും മനസമാധാനത്തോടുകൂടി പൊങ്കാല അർപ്പിച്ച നാടുകളിലേക്ക് മടങ്ങുകയാണ്. റെയിൽവേ അധികമായി സർവീസുകളും അധികമായി സ്റ്റോപ്പുകളും ഇത്തവണ പൊങ്കാല അർപ്പിക്കുന്ന സ്ത്രീകൾക്കായി പ്രത്യേകം ഒരുക്കിയിരുന്നു.